കളങ്കാവൽ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചിത്രം. ഈ സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ മമ്മൂട്ടിയുടെ അഭിനയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് ചാനലുകളിലും അല്ലെങ്കിൽ ഒരുപാട് കമൻസുകളും അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളും എല്ലാം നമ്മൾ കണ്ടു. പക്ഷേ എങ്ങും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈസ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിൽ മമ്മൂട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് ഇതുവരെയുള്ള കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഈസ് ഓഫ് ആക്ടിങ് എന്നുള്ളതാണ്. ഇതേപോലെ ലാളിത്യത്തോടെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ തന്നെ വലിയ പാട് തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്തു പോകാം, പക്ഷേ ഇതേപോലെ ആകില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 10% പോലെ ആകില്ല എന്നുള്ളതും എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മമ്മൂട്ടിയെ നമ്മൾ വളരെ ചുരുക്കം മാത്രമാണ് കാണാറുള്ളത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനുള്ളത് ഒരു വടക്കൻ വീരഗാഥ പോലെയുള്ള ചിത്രമാണ്. അതൊന്നും പിന്നീട് വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഈസ് ഓഫ് ആക്ടിങ്ങും അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മമ്മൂട്ടിയും കണ്ടിട്ടുള്ള നമ്മൾ ആണ്. അതായത് വടക്കൻ വീരഗാഥയുടെ പ്രത്യേകത തന്നെയാണ് എടുത്തു പറഞ്ഞു വരുന്നത്. അങ്ങനെ ഒരു സിനിമ ഇന്നും ഏകദേശം 40-40 വർഷങ്ങൾക്ക് ശേഷവും ടെക്നോളജി വളർന്നിട്ടും ഒരു നടനും ഇതിലും വലിയ നടന്മാരുണ്ടായിട്ടും നടക്കുന്നില്ല എന്നുള്ള അതുപോലെ തന്നെയാണ് ഇതിനകത്തിടെയും കാര്യങ്ങൾ. മമ്മൂട്ടിയുടെ ആ ഒരു കാര്യം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് പ്രത്യേകം കാണാം. പ്രത്യേകിച്ച് പ്രണയരംഗങ്ങൾ, വലിയ പ്രണയരംഗങ്ങളൊന്നുമല്ല, ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരാളുടെ പ്രണയമെന്ന് തന്നെ പറയാം. പക്ഷേ ഇതിനകത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിൽ ഓരോ സ്ത്രീകളുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്പാർക്ക് നമുക്ക് ശരിക്കും കാണാനുണ്ട്. പക്ഷേ ഇതിനകത്തിലൊക്കെ കൂടെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ വരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ദാഹവും അത് ആണ് ഈ സിനിമയുടെ കോർ. എത്ര ഗംഭീരമായിട്ട് അദ്ദേഹം ഇതിനകത്തിൽ ഓരോരുത്തരോടും പ്രണയം കാണിച്ചാലും അയാളുടെ ഉള്ളിലുള്ള ആ വെനം അല്ലെങ്കിൽ ആ വിഷം അറിയാതെ കണ്ണുകളിലുണ്ട് എന്നുള്ള അത്ര തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്തിൽ വളരെ സ്പഷ്ടമാണ്. തീർച്ചയായും ഒരു ഇൻ്റർനാഷണൽ സ്റ്റഫ് തന്നെയാണ്. നാളെ ഒരു 10-20 വർഷങ്ങൾ കഴിയുമ്പോൾ ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. മമ്മൂട്ടിയുടെ പല സിനിമകളും പോലെ ഇന്ന് നമ്മൾ കണ്ട് കൈയടിച്ച് 100-200 കോടി നേടുന്ന പല സിനിമകളും ആളുകൾ കാല് കൊണ്ട് തട്ടി തെറിപ്പിക്കുന്ന ഒരു കാലത്ത് ഇത് ഒരു ക്ലാസ് എവർഗ്രീൻ സംഭവങ്ങളുടെ പട്ടികയിൽ വരുന്ന മറ്റൊരു ചിത്രമായിരിക്കും. എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് മമ്മൂട്ടി എത്ര സിമ്പിളായിട്ടാണ് ഇതിനകത്തിൽ അഭിനയിച്ചതെന്നുള്ളത്. ഒപ്പം മമ്മൂട്ടിയുടെ കൈകളുടെ ചലനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ചലനങ്ങൾ, ഇതെല്ലാം ആരൊക്കെ നോക്കിയിട്ടുണ്ട്? ഒരുപാട് മമ്മൂട്ടി ഫാൻസ് ഉണ്ടല്ലോ ഇവിടെ. ആരൊക്കെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ ആണെങ്കിൽ കൈ വരയ്ക്കുന്നതും കാല് വരയ്ക്കുന്നതുമൊക്കെ മമ്മൂട്ടി ഫാൻസ് തന്നെ ഘോരഘോരം പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞോട്ടെ, മമ്മൂട്ടി ചില രംഗങ്ങളിൽ അത് എടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നില്ല, സ്പോയിൽഡാകും, പക്ഷേ ഒരുമാതിരി എല്ലാവരും ഈ സിനിമയെക്കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു. ചില രംഗങ്ങളിൽ അദ്ദേഹത്തിന് ഒരു വെമ്പൽ വരുന്നത്, ഒരു കാര്യം കയ്യിലേക്ക് കിട്ടുമ്പോൾ നോക്കണോ വേണ്ട എന്നുള്ളൊരു തോന്നൽ, അതെല്ലാം അയാളുടെ മനസ്സിലുള്ളത് നമുക്ക് കൃത്യമായി അയാളുടെ കണ്ണുകളിലും മുഖത്തൂടെയും കാണാൻ കഴിയുന്നു. ഒപ്പം അയാളുടെ കൈവറയിലും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അയാൾക്ക് തോന്നുന്നത് പിടിക്കപ്പെടും എന്നുള്ള സമയത്ത് പിടിക്കപ്പെടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവുമൊക്കെ പുറമേ പ്രകടനമല്ലാതെ ഉള്ളിലൂടെ വന്ന് അത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ രാജാവ് തന്നെയാണ് മമ്മൂട്ടി എന്ന് തന്നെ പറയാം. അത്രത്തോളം മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ ഇതിനകത്തിൽ ചലിച്ചിരിക്കുന്നത്. കണ്ണുകൾ കൊണ്ടുള്ള അഭിനയവും അതുപോലെ തന്നെ വിരൽത്തുമ്പുകൾ പോലുമുള്ള അഭിനയങ്ങളും റിപ്പീറ്റഡ് അല്ല എന്നുള്ളതും. വേണമെങ്കിൽ ഒരു പക്ഷേ ക്ലൈമാക്സിൽ അദ്ദേഹത്തിന് ഭ്രമയുഗത്തിലെ ചില സംഭവങ്ങൾ വരാമായിരുന്നു. പക്ഷേ അതൊക്കെ പാടെ മാറ്റിക്കൊണ്ട് ഒരു ഭ്രമയുഗത്തിലെയോ ഒരു വിധേയനിലെയോ അല്ലെങ്കിൽ ഒരു ഭാസ്കര പട്ടേലറിനെയോ പുഴുവിലെയോ അങ്ങനെ ആരുടെയുമില്ല, മുരിക്കുംപാടത്ത് അഹമ്മദ് ഹാജിയോ ആരുമില്ലാത്ത ലെവലിലേക്കുള്ള ഒരു വ്യത്യസ്തനായ കഥാപാത്രം. മമ്മൂട്ടി ഇല്ലാത്ത മമ്മൂട്ടി ചിത്രങ്ങളിൽ മറ്റൊന്നുകൂടി എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാം ഗ്രീൻ മീഡിയാസ്. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം.